അസ്സലാമു അലൈക്കും. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആയത്ത് കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. അവിടെ ഒന്നാമത്തെ അക്ഷരം ക, അതിനുശേഷം വയലറ്റ് നിറത്തിൽ ലാ, ലാമിന് ശബ്ദുണ്ട്, കട്ടികൂട്ടി പറയണം ലാ. അതിനുശേഷം അലിഫ്, അതിനുശേഷം പച്ച നിറത്തിൽ ബ, ചുവപ്പ് നിറത്തിൽ ലാമ്, വയലറ്റ് നിറത്തിൽ ലാമ്, ലാമിൻ്റെ മുകളിൽ ഷദ്ദുണ്ട് ലാ. അതിനുശേഷം അലിഫ്, അതിനുശേഷം പച്ച നിറത്തിൽ തു, ചുവപ്പ് നിറത്തിൽ ക്ക്, നീല നിറത്തിൽ രി, മഞ്ഞ നിറത്തിൽ മു, പച്ച നിറത്തിൽ വാവ്, ചുവപ്പ് നിറത്തിൽ ന, തുക്രിമൂന. അതിനുശേഷം നീല നിറത്തിൽ അലിഫ്, മഞ്ഞ നിറത്തിൽ ലാമ്, ലാമിന് സുക്കൂന്, പച്ച നിറത്തിൽ യാ, ചുവപ്പ് നിറത്തിൽ തീ, നീല നിറത്തിൽ യാ, കസർ നീട്ടാനുള്ള യാ, മഞ്ഞ നിറത്തിൽ മാ. ഇനി നോക്കൂ, അതിനെ കൂട്ടി ഓതുകയും എഴുതുകയും ചെയ്യുന്ന രൂപം ശ്രദ്ധിച്ചോളൂ. കല്ല, അവിടെ കാഫിനെ അതിനെ ലാമിലേക്ക് ചേർത്തി വെച്ചു, ലാമിനെ അതിനുശേഷമുള്ള അലിഫിലേക്ക് ചേർത്തി വെച്ചു. വായിക്കേണ്ടത് കല്ല. അതിനുശേഷം പച്ച നിറത്തിലുള്ള ബായിനെ അതിനുശേഷമുള്ള ലാമിലേക്ക് ചേർത്തി വെച്ചു. വയലറ്റ് നിറത്തിലുള്ള ലാമിനെ അതിനുശേഷമുള്ള അലിഫിലേക്ക് ചേർത്തി വെച്ചു. ബല്ല, ബല്ല തുക്രിമൂന, അവിടെ തായിനെ കാഫിലേക്ക് ചേർത്തി വെച്ചു, കാഫിനെ റോയിലേക്ക് ചേർത്തി വെച്ചു, മീമിനെ വാവിലേക്ക് ചേർത്തി വെച്ചു. വായിക്കേണ്ടത് തുക്രിമൂന, തുക്രിമൂന അൽ യതീം. അവിടെ ലാമിനെ യായിലേക്ക് ചേർത്തി വെച്ചു, യായിനെ തായിലേക്ക് ചേർത്തി വെച്ചു, തായിനെ യായിലേക്ക് ചേർത്തി വെച്ചു, യായിനെ മീമിലേക്ക് ചേർത്തി വെച്ചു. അൽ യതീമ, അവിടെ വഖഫ് ചെയ്യുമ്പോൾ അൽ യതീം എന്ന് നോക്കൂ. ഓതേണ്ട രൂപം ശ്രദ്ധിച്ചോളൂ. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. ഇനി മുസ്ഹഫുള്ളത് പോലെ നോക്കി ഓതിക്കോളൂ. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. ആവർത്തിച്ച് ഓതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.